എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ക്വാളിറ്റിയിലുള്ള 2019 മാനുഫാക്ചറിങ് 19 രജിസ്ട്രേഷനിൽ സിംഗിൾ ഓണർഷിപ്പ് വെറും 91,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഫുള്ള് കമ്പനി സർവീസുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് പോലും ഇല്ലാത്ത ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ 2.8 Z വേരിയൻ്റ് വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും അതുപോലെ ഡൽഹിയിൽ വന്ന് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമുക്കുണ്ടായിരിക്കും. നമ്മൾ ഇത്രയും നാളായിട്ട് ഇവിടെ നിന്നപ്പോൾ നമുക്കും നമ്മളുടെ സഹപ്രവർത്തകരായിട്ട് നേരത്തെ ഉണ്ടായിരുന്നവർക്കും ഒക്കെ ഉണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ടും വീഡിയോ കാണുക, മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ബാ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഈ സൈഡിലേക്ക് വരാം. ഫുള്ള് ഒറിജിനൽ പെയിൻ്റ് ആണ്, റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ബമ്പറൊക്കെ നോർമലി ഡൽഹി വണ്ടികൾക്കെല്ലാം നിങ്ങൾക്ക് അറിയാം, ടച്ചിങ്ങോ റീപെയിൻറ്റോ കാര്യങ്ങളോ വരാറുണ്ട്. ബാക്കി ബോഡിയിൽ ഫുൾ കമ്പനി പെയിൻ്റാണ്. ഈ ബോഡി ലൈനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്ക് നാട്ടിൽ നിന്ന് ഏറ്റവും റിക്വയർമെൻ്റ് ഉള്ളത് വൈറ്റ് വണ്ടികൾക്കാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വശങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഡോറുകളെല്ലാം ഒന്ന് പരിശോധിക്കാം. നമ്മൾ ഓൾറെഡി എല്ലാം ചെക്ക് ചെയ്തതാണ്. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. ഫ്രണ്ട് വിൻഷീൽഡ് ഉൾപ്പെടെ എല്ലാം ഒറിജിനലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡോറിലേക്ക് വരുമ്പോൾ, ലെഫ്റ്റ് സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനൽ കണ്ടീഷനിലാണ് ഉള്ളത്. പഞ്ചിങ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഡോർ പാഡുകൾ ഇവിടെയൊക്കെ ഇച്ചിരി ചെളിയുണ്ട്. ഇതിപ്പോൾ അവർ ഡ്രൈ ക്ലീൻ ചെയ്ത് തരും. നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കണം. പാർട്ടി ഉപയോഗിച്ചിരിക്കുന്ന അതേ രീതിയിലാണ് ഇരിക്കുന്നത്. ഓൾറെഡി നല്ല ക്വാളിറ്റിയിലാണ് ഇൻറ്റീരിയർ എല്ലാം ഇരിക്കുന്നത്. പിന്നെ ഒന്നും ജസ്റ്റ് പോളിഷ് ചെയ്തെടുക്കണം എന്നുള്ളതേ ഉള്ളൂ. ഡ്രൈ ക്ലീൻ ചെയ്ത് അത് അവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ സ്വിച്ചുകളിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് ഒന്ന് നോക്കാം. ഇവിടുത്തെ പഞ്ചിങ് എല്ലാം ഒറിജിനൽ പഞ്ചിങ് ആണ്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് എല്ലാം ഒറിജിനൽ കമ്പനി പഞ്ചിങ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലത്തെ ഡോറിലേക്ക് വരാം. ഈ ഗ്ലാസ്സുകളും ഒറിജിനലാണ്. എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ തന്നെയാണ്, ഒന്നും മാറിയിട്ടില്ല. ഈ പേസ്റ്റിങ്ങും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ് കിടക്കുന്നത്. ഈ ഡോർ പാഡിൽ ഇവിടെ അല്പം ചെളിയുണ്ട്, ഇങ്ങനെ കൈ പിടിച്ചതിൻ്റേതായിട്ട്. ഇത് ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ ഫുള്ള് പോകുന്നതായിരിക്കും. ഈ ഭാഗത്തെങ്ങും വേറെ ഡാമേജുകളൊന്നും തന്നെ വന്നിട്ടില്ല. നമുക്കിനി ഈ ഭാഗത്തെ പഞ്ചിങ്ങിലേക്ക് വരാം. ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഒറിജിനൽ പഞ്ചിങ്ങിൽ തന്നെയാണ് ഉള്ളത്. മേളുവശം നല്ല ടൈറ്റാണ്. ഈ ഭാഗത്തെയും പഞ്ചിങ്ങുകളെല്ലാം തന്നെ ഒറിജിനൽ കമ്പനി പഞ്ചിങ്ങുകളാണ് ഉള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഉണ്ട്. അതൊന്നും ഒരു വിഷയമേ അല്ല. നല്ല അടിപൊളി കണ്ടീഷനിലാണ് ഈ വാഹനം ഇരിക്കുന്നത്. ടെയിൽ ലൈറ്റിലൊന്നും ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡിക്കിയിലും ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നമുക്കിനി ഇതിൻ്റെ ഡിക്കി തുറന്നൊന്ന് കാണാം. ഈ ഗ്ലാസ് ഒറിജിനൽ കമ്പനി ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ 2019 ജനുവരി മാനുഫാക്ചറിങ് വണ്ടിയാണ്. 2019 ഫെബ്രുവരി രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം ഒറിജിനലാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പഞ്ചിങ് എല്ലാം ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് താഴത്തെയും പഞ്ചിങ്ങും എല്ലാം ഒറിജിനൽ തന്നെയാണ് ഉള്ളത്. ഈ ബമ്പർ മാത്രം റീപെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് വണ്ടി നോക്കുമ്പോഴത്തേന് ചിലപ്പോൾ പറയാറുണ്ട്, ഇതിൽ ഒരു വർഷം എയർ ബാഗ് ആയിട്ടുള്ള ഗ്ലാസ്സുകളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഈ വണ്ടിയിലും അതെ, 2018 മാനുഫാക്ചറിങ്ങിലുള്ള ഗ്ലാസ്സുകളാണ് കിടക്കുന്നത്. അത് പൊതുവേ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പ്രൊഡക്ഷനുള്ള വാഹനങ്ങളിൽ മിക്കവാറും ഒരു ഇയർ ബാക്കിലുള്ള ഗ്ലാസ്സുകൾ വരാറുണ്ട്. ഇയർ മുന്നോട്ടുള്ള ഗ്ലാസ്സുകൾ വരുമ്പോഴാണ് അത് റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ വശത്തേക്ക് വരാം. ഈ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീനാണ്. റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഭാഗങ്ങളിൽ വന്നിട്ടില്ല. ഇനി നമുക്ക് ഈ ഡോറൊന്ന് തുറന്ന് പരിശോധിക്കാം. ഡോറിന് ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ പേസ്റ്റിംഗ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെങ്ങും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഡോർ പാഡുകളെല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. വേറെ റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ ഗ്ലാസ്സുകളെല്ലാം ഒറിജിനലാണ്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് ഡോറിലേക്ക് വരാം. ഫ്രണ്ട് ഡോറിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴും ഇവിടുത്തെ പേസ്റ്റിങ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഓൾ ഒറിജിനലായിട്ടുള്ള വാഹനമാണ്.
ഇതിൻ്റെയും ഡോർ പാഡിൽ ചെറിയത് ചെളിയാണ്, ശരിക്കും ഇത് തേഞ്ഞ് പോയതല്ല. ഇത് നമ്മൾ ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ ഇവിടുത്തെ പഞ്ചിങ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പഞ്ചിങ്ങും ഒറിജിനൽ കമ്പനി പഞ്ചിങ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ഭാഗങ്ങളിലൊന്നും ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. റൂഫിലാണെങ്കിലും ഡെൻറ്റോ ഒന്നും വന്നിട്ടില്ല. ഇവിടെ ഒന്നും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരുവിധ വർക്കുകളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് തുറന്ന് ബോണറ്റ് എൻജിൻ്റെ ക്വാളിറ്റി മീൻസ് എൻജിൻ കാഴ്ചയിലുള്ള ഭംഗി, എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് കാണാം. ബോണറ്റിന് ഉൾവശത്തേക്ക് വരുമ്പോൾ ഇവിടെ പേസ്റ്റിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് ആണ്. ഇതിലെങ്ങും ഒരു ഡാമേജോ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്രോണിൻ്റെ ഭാഗങ്ങളെല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. വേറെ റിപ്പയറോ ഒരു കാര്യങ്ങളോ വന്നിട്ടില്ല. പുതിയ ബാറ്ററിയാണ് ഇതിൽ ഉള്ളത്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴേക്ക് ഇവിടുത്തെ പഞ്ചിങ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാതിന് മുമ്പ് ഇതിൻ്റെ ആവശ്യമൊക്കെ കാണിക്കാം. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. 91,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊന്നും ഡാമേജ് വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. സോറി. എൻജിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിനാണ്, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനാണ്. നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴും നല്ല കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കാൻ. ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം നല്ല സ്മൂത്താണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടി സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല സൈലൻ്റ് എൻജിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും ടയറും പരിചയപ്പെടാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഇച്ചിരി വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാൽ നല്ല ക്ലിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഡാഷ്ബോർഡിലൊന്നും യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സ്റ്റിയറിംഗ് മോൾഡുകളിലൊന്നും തേയ്മാനമോ ഒന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ ഈ മേളുവശത്തൊക്കെ ക്രാക്ക് വരുന്നതാണ്. ഇതിലങ്ങനെ ക്രാക്ക് ഒന്നും വന്നിട്ടില്ല. സാധാരണ ഈ AC-യുടെ വെൻറ്റും പൊട്ടി വരാറുണ്ട്. ഇതിലങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. വളരെ നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒറിജിനൽ ലെതർ സീറ്റുകളാണ് ഇതിലുള്ളത്. അതിലൊന്നും ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ പുറകു വശത്തെ സീറ്റുകളിലേക്ക് പോകാം. പുറകിലത്തെ നിര സീറ്റുകളും ഒറിജിനൽ കമ്പനി ലെതർ സീറ്റുകളാണ്. ഇതിലൊന്നും ഡാമേജോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഓൾ ഒറിജിനലായിട്ടുള്ള വാഹനമാണ്. റൂഫിലേക്ക് വരുമ്പോൾ റൂഫും അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു വർക്കുകളും ചെയ്യേണ്ട കാര്യമില്ല. ഇൻറ്റീരിയർ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് അപ്പോളോയുടെ 4 ടയറുകളാണ് കിടക്കുന്നത്. ഏകദേശം 85-90% അപ്പോളോയുടെ 4 പുതിയ ടയറുകളാണ് കിടക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ഒരു 75% സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വണ്ടിയുടെ വിശേഷങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾ നേരിട്ട് ഡൽഹിയിൽ വന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയുവാണ്. 1-2 വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് പറ്റിയ ഒരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അതെല്ലാം നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് പറയുവാണ്. അവരിതുപോലെ ഏതോ ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു വണ്ടിയുടെ പരസ്യം കണ്ടു. അവരെ കോൺടാക്ട് ചെയ്തു. അവരോട് ചെല്ലാൻ പറഞ്ഞു. ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. UP-യുടെ ഏതോ ഒരു ഗ്രാമപ്രദേശത്താണ്. ഹൈവേയിൽ തന്നെ ഉള്ള ഒരു ലൊക്കേഷനാണ് അവർക്ക് കൊടുത്തത്. അവർ 2 പേര് അവിടെ ചെന്നു. അവരുടെ സ്വന്തം കാറിലാണ് പോയത്. ഒരു I10 കാറിലാണ് അവർ പോയത്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളൊക്കെ ഞങ്ങളുടെ 2 പേര് കൂടെ വരുമെന്നും പറഞ്ഞ് 2 പേര് ഇവരുടെ കൂടെ വണ്ടിയെ കയറി. 2 പേര് ബൈക്കിൽ പോയി. ഇവർ ഉൾഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനാണ് അവർക്കതൊരു ട്രാപ്പാണെന്ന് മനസ്സിലായത്. കാരണം 8-10 പേര് അവരെ കൂടി വളഞ്ഞു വെച്ചു. അവരെ ഒരു ചോളക്കാടിനകത്ത് കൊണ്ടുപോയി ഒരുപാട് മർദ്ദിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ എടുത്തു. അവരുടെ പേഴ്സിനകത്തുനിന്ന് ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം അവരെടുത്തു. ATM കാർഡിനകത്തെ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പിൻ നമ്പർ ചോദിച്ചു. അത് മാറിപ്പോയതിൻ്റെ പേരിൽ ഒരുപാട് മർദ്ദിച്ചു. ഞാനിത് ഇച്ചിരി ഫാസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് സമയക്കുറവുകൊണ്ട്. അവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ചു. അവർക്ക് അന്ന് അവരുടെ ആ കാറും നഷ്ടപ്പെട്ടു.
ഇതുണ്ടായ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയി വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനം എടുക്കാൻ വരുമ്പോഴത്തേന് നമ്മളെന്നല്ല, ഏതെങ്കിലും നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാർ മുഖാന്തരമോ അല്ലെങ്കിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡീലർമാരുടെ കയ്യിൽ നിന്ന് മാത്രം വാഹനം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർക്കന്ന് ജീവൻ നഷ്ടപ്പെടാതെ തന്നെ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമായിട്ടാണ് അവരന്ന് വന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ വിശേഷത്തിലേക്ക് വരാം. ഇത് 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 91,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സ്, വിത്തൗട്ട് എനി റീപ്ലേസ്മെൻറ്റ്. ഒരു സിംഗിൾ ഗ്ലാസ് പോലും റീപ്ലേസ്മെൻറ്റ് വന്നിട്ടില്ല. ഓൾ ഒറിജിനലായിട്ടുള്ള വണ്ടിയാണ്. ഈ വാഹനത്തിന് ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 16,75,000 രൂപയാണ്. ഓൾമോസ്റ്റ് ഫിക്സ് റേറ്റ് ആണ്. അതിലെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ വരത്തുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 19 മോഡൽ വണ്ടികൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു ഓഫർ റേറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏത് വാഹനം ആവശ്യമുണ്ടെങ്കിലും ഡൽഹിയിൽ നിന്ന് നിങ്ങളൊരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.